കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന് പിന്നാലെയാണ് തല്ലുകൊണ്ടിട്ടുള്ളവർ ദൃശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ അപേക്ഷയുമായിട്ട് രംഗത്ത് വരുന്നത്. ഒന്നും രണ്ടുമല്ല 100ഓളം അപേക്ഷകളാണ് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ലഭിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിലും സമാന അവസ്ഥയാണെന്നാണ് വിവരം. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ രാഹുൽ ജീതാദ് ചേരുന്നുണ്ട്. രാഹുൽ, നമ്മൾ നിരവധി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഒരു പരാതി പ്രവാഹം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വിവരാവകാശം നേടിയെടുക്കാനായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുന്നംകുളം പോലീസ് മർദ്ദനം, പിന്നാലെ പീച്ചി പോലീസ് മർദ്ദനം, ഇതിനൊക്കെ ശേഷം ഇത്തരത്തിൽ ഈ വിവരാവകാശ പ്രകാരം ഈ തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അതൊരു സാധ്യതയാണ്. അതായത് തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാനൊരു സാധ്യതയാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കേസുകളിൽ പലതിലും അവർ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നതിൽ വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ അപേക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് ലിമിറ്റിന് കീഴിൽ തന്നെ 100-ലധികം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. തങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട ഈ പ്രശ്നങ്ങൾ, അത് പോലീസ് മർദ്ദനമാകാം, അല്ലെങ്കിൽ ഇടപെടലും ഒരു മോശം ഇടപെടലാകാം, ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു സാധ്യതയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ആളുകൾ കടക്കുന്നത്. എന്തായാലും ഈ ഒരു രേഖകൾ, അതായത് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പോലീസിന്റെ മൂന്നാം മുറയുടെ അല്ലെങ്കിൽ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിലും മറുപടി നൽകുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാണ് പലരും തിരിച്ചയച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ 2018 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ക്യാമറകൾ വരുന്നത്. ഏതാണ്ട് 12ഓളം ക്യാമറകളാണ് ഒരു പോലീസ് സ്റ്റേഷനിലുള്ളത്. അതായത് പോലീസ് സ്റ്റേഷൻ്റെ ശുചിമുറി ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണ്. അത് എൻട്രൻസ് മുതൽ ഏറ്റവും പുറകുവശം വരെ, അത് കയറി പോകുന്ന വഴി മുതൽ പുറകുവശം വരെ ഏതാണ്ട് 12ഓളം ക്യാമറകളുണ്ട്. അപ്പോൾ ഇത് 2019 പോലീസ് സ്റ്റേഷനുകളെല്ലാം, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷന് പുറത്തോ അകത്തോ വെച്ച് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആളുകൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത്. അതായത് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലൊരു അപേക്ഷ നൽകി അത് പുറത്തു കൊണ്ടുവരാം എന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു RTI പ്രവാഹം, അതായത് വിവരാവകാശ നിയമപ്രകാരം ഇത്തരം അപേക്ഷകൾ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ആഴ്ചകളിൽ വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിക്കുന്നത്. ആളുകൾ അത്രമാത്രം RTI ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കേസുകൾ, കൂടുതൽ സംഭവങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ.